അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ആദ്യം തന്നെ പറയണം, അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബേസിക് പറയേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാൻ പോണത് ഏരിയാസ് ആണ്, പരപ്പളവുകൾ. ഒരുപാട് ബഹുഭുജങ്ങളുണ്ട്. ത്രികോണം, ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ, സാമാന്തരിക, ലംബകം, കൈറ്റ്, അതുപോലെ ട്രയാങ്കിള്, സ്ക്വയർ, റെക്ടാങ്കിള്, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, അങ്ങനെ ഒരുപാട് പോളിഗൺസ് ഉണ്ട്, കോറിലാറ്റർ അല്ലെ, അതുപോലെയുള്ള ഒക്കെ. ഇതിന്റെയൊക്കെ ഏരിയാസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ഹാഫ് BH. ട്രയാങ്കിളില് പലതരത്തിലെ ഏരിയാസ് പറയണ്ട, ട്രയാങ്കിളിന്റെ തരുന്ന അളവിനനുസരിച്ചാ പറയാം. ഹാഫ് BH എന്നുള്ളത് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. വേറെ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും, ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും ഒരേ അളവാണെങ്കിൽ അതിനെ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അതിന് വേറൊരു ഇക്വേഷൻ പറയും. പിന്നെ ഇത് മൂന്നും ഡിഫറെന്റ് അളവാണെങ്കിൽ, ഇത് 3, ഇത് 4, ഇത് 7, അങ്ങനെ വരും. അത് 3, 4, 5 മൂന്ന് അളവും വ്യത്യസ്തങ്ങളാണ് എങ്കിൽ അത്തരം ട്രയാങ്കിളിന് ചിലപ്പോ ഹാഫ് BH പറ്റൂല. അപ്പൊ അതിന് വേറെ ഇക്വേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ട്രയാങ്കിളിന് 3 തരത്തിൽ ഇക്വേഷൻ വരുന്നുണ്ട്. അത് മൂന്ന് പറയാം, നോക്കിയിരുന്നു. നമ്മൾക്കറിയുന്ന ഹാഫ് BH പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ആണ്. എപ്പോഴാണ് ഹാഫ് BH അപ്ലൈ ചെയ്യുക? ചില സമയത്ത് നമുക്ക് ഹാഫ് BH ബുദ്ധിമുട്ടാവും, അതിലേറെ എളുപ്പമുള്ളതുണ്ടാവും. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബേസും ഹൈറ്റും തന്നാൽ മാത്രമേ നമുക്ക് ആ ഹാഫ് BH എന്ന ഇക്വേഷൻ, സമവാക്യം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ട്രയാങ്കിൾ, ഈ സൈഡ് 8 ആണ് കിട്ടുന്നത്, ഈ ബേസ് ഇല്ലേ പാദം, അത് 8 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇത് രണ്ടും തന്നിട്ടില്ല, അത് തരേണ്ട ആവശ്യമില്ല. പരപ്പളവ് കാണണമെങ്കിൽ, ഏരിയ കാണണമെങ്കിൽ ഈ ഒരു ബേസ് മാത്രം പോരാ. ഇത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ ഈ ഹൈറ്റ് കൂടെ തരണം. കേട്ടോ, ഇതാണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്, അതും തരണം. ABC ആണ് ട്രയാങ്കിളിന്റെ പേര്. AB എന്ന സൈഡ് 8 സെന്റിമീറ്റർ ആണ്. ഈ ഹൈറ്റ് ഒരു 5 സെന്റിമീറ്റർ ആണ് എത്തിക്കും. ഇങ്ങനെയാണ് എങ്കിൽ ബേസ് 8ഉം ഹൈറ്റ് 5ഉം പാദം 8ഉം ഉയരം 5ഉമാണ് എങ്കിൽ ഹാഫ് BH ഇട്ട് ചെയ്താൽ ഇതിന്റെ ഏരിയ കിട്ടും, പരപ്പളവ് കിട്ടും. അത് എത്രയാന്നുള്ള ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ചെയ്ത് നോക്കിയ ഒരു ആൻസർ വരും. ആ ആൻസർ ഇവിടെ തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ 8ഉം 5ഉം ആണ്. ബേസും ഹൈറ്റും ഗുണിക്ക B ഇൻറ്റു H, അതിന്റെ ഹാഫ് എന്നാണ് ഇക്വേഷൻ. ഹാഫ് BH എന്ന് പറഞ്ഞാല് ബിയും എച്ചും ഗുണിച്ചതിന്റെ ഹാഫ് എന്നാണ്. ഇതാണ് B, ഇതാണ് H. ആ ബിയും എച്ചും ഗുണിക്കുക, അതിന്റെ ആൻസർ 8 ഇൻറ്റു 5 40 ആണ് അല്ലേ? അതിന്റെ ഏരിയ, അതിന്റെ പകുതി 40, പകുതി 20 അല്ലേ? ഇതിന്റെ ആൻസർ 20 ആണ് വരിക. ഇനി എങ്ങനെ ചെയ്ത് നോക്കുക? ഏരിയ ആയിട്ടാണ് ഹാഫ് ഇൻറ്റു 5, ഹാഫ് ഇൻറ്റു 8ഉം 5ഉം ഗുണിച്ച് 40. 1ഉം 40 നേരിട്ട് ഗുണിച്ചാൽ 40 നമുക്ക് 1 ഇൻറ്റു 40 40 ആണ്. താഴെ ബൈ 2 ഉണ്ട്. അപ്പൊ 40/2 എന്ന് വരും 20 എന്ന് വരും. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ വരും. ഇത് രണ്ടും മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഏരിയന്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ബേസും ഹൈറ്റും തന്നാൽ, പാദവും ഉയരവും തന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ, പരപ്പളവുള്ള സൂത്രാക്യം ഇതാണ്: ഹാഫ് BH. അര ഇൻറ്റു 8 ഇൻറ്റു 5. അര അതുപോലെ ഇത് ഹാഫ് എഴുതി, 8ഉം 5ഉം ഗുണിച്ചാൽ 40. അപ്പൊ ഹാഫ് ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 1ഉം 40ഉം ഗുണിച്ചാൽ 40.
ഈ 2 നേരെ താഴെ കൊടുക്കുക. 40/2 20. ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ഏരിയ 20 ആണ്. ഇത് സെന്റിമീറ്റർ ആണ് അളവ് എങ്കിൽ 8ഉം 5ഉം ഒക്കെ അല്ലേ, അത് സെന്റിമീറ്ററിലാണ് എങ്കിൽ ആൻസർ സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കണം. മീറ്റർ ആണ് എങ്കിൽ മീറ്റർ സ്ക്വയറും കൊടുക്കണം. അപ്പൊ 20 ആണ് അതിന്റെ ആൻസർ. അതിങ്ങനെ ചെയ്ത് നോക്കിയങ്ങാണ്ട് ആൻസർ എത്ര നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ ഏരിയ പെട്ടെന്ന് വരാം. ബേസും ഹൈറ്റും ആണ് ഗുണിക്കുക. 8ഉം 5ഉം ഗുണിക്കുക. എത്രയാണോ അതിന്റെ പകുതി. ഇത് 4ഉം ഇതൊരു 20 ആണ് കരുതിക്കോ. 4ഉം 20ഉം ഗുണിച്ചതിന്റെ പകുതി ആയിരിക്കും ഏരിയ. 4ഉം 20ഉം ഗുണിച്ച 80, അതിന്റെ പകുതി 40. ഇത് 10ഉം 5ഉം ആണ് കരുതുക. ബേസ് 10, ഹൈറ്റ് 5. എന്നാ ഏരിയ 5ഉം 10ഉം ഗുണിച്ച എത്ര? 50. അതിന്റെ ഹാഫ് ആയിരിക്കും 25 ആയിരിക്കും. ചെയ്താൽ അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഹാഫ് BH ആണ്. ഓക്കെ, നോക്കിന്നാ കേട്ടോ. അടുത്ത് ഞാൻ പറയാം. വേറെ ട്രയാങ്കിൾ ബേസും ഹൈറ്റും തന്നാലല്ലേ നമുക്ക് ഹാഫ് BH ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബേസ് ഉണ്ട് 4, ഹൈറ്റ് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ അളവൊക്കെ അറിയാം. എല്ലാ സൈഡും 4 ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ് എങ്കിൽ അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആകും. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആവും. കോണുകളെല്ലാം 60 ഡിഗ്രിയാണ് വരിക. വശങ്ങളൊക്കെ തുല്യം എന്ന് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോ ഒക്കെ 4 ആണ് വരിക, ചിലപ്പോ ഒക്കെ 5 വരും, ചിലപ്പോ എല്ലാം 7 ആണ് വരിക. എല്ലാ സൈഡും ഈക്വൽ ആയി വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു വശവും അതിന്റെ ഹൈറ്റും അത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഹാഫ് BH ചെയ്യാം. ഇവിടെ നിങ്ങൾ എങ്ങനെയാ ഹാഫ് BH ചെയ്യാം? ഇത് 4 ആണ്, ഇതും 4 ആണ്. ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും, കുറച്ച് റിസ്ക് എടുത്ത്. എന്നാൽ ഇത്തരം കേസുകളിൽ ഹാഫ് BH-നേക്കാൾ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ആണ് ഇതാണ് ഇക്വേഷൻ. √3/4a². ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡും തന്നാലുള്ള, എല്ലാ സൈഡും ഈക്വൽ ആവൂലേ, അപ്പോഴുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ √3/4a². √3/4 അതുപോലെ ഇതാ a² എന്ന് പറഞ്ഞാല് ഇവിടുത്തെ സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ. അങ്ങനെ ഇക്വിലാറ്ററൽ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ പറയാട്ടോ. വെയിറ്റ് ചെയ്യണേ. ഇതാ ഒരു ട്രയാങ്കിൾ എല്ലാ സൈഡും ഈക്വൽ ആണ് എങ്കിൽ, എല്ലാ വശവും തുല്യമാണെങ്കിൽ നമുക്ക് അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ √3/4a² വെച്ചിട്ട് അതിന്റെ ഏരിയ കാണാം. അല്ലെ പിന്നെ ഹാഫ് BH നമ്മൾ പഠിച്ചത്. ഇനി ബേസും ഹൈറ്റും പറയണം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് അറിയാം പക്ഷെ ഹൈറ്റ് അറിയില്ല. അപ്പൊ ഹാഫ് BH പറ്റൂല, √3/4a² അതും പറ്റൂല. എങ്ങനെയെങ്കിലൊക്കെ ഹൈറ്റ് കാണാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം, അത് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത്തരം കേസുകളിൽ വേറൊരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. 3 സൈഡും ഡിഫറെന്റ് ആയിട്ട് വരിക. 3 സൈഡും തന്നാല് ട്രയാങ്കിളിന്റെ ഏരിയ റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c. വേറെ വേറെ ആകുമ്പോൾ ഒരുപോലെയാണെങ്കിൽ അത് സമഭുജ ത്രികോണാണ്. 3 അളവ് തന്നിട്ടുണ്ട് എങ്കിൽ ഇനി അത് 3 അളവാണെങ്കിൽ ഇത് പറ്റുക ചെയ്യും.
ഒരു ത്രികോണത്തിന്റെ എല്ലാ വശമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ്. എന്താണ് എസ് എ ബി സി ഒക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ തരുന്ന മൂന്നാളുകളില്ലേ, 8 ഉം 4 ഉം 6 ഒക്കെ, അതിൽ ഒരാൾ എ, ഒരാൾ ബി, ഒരാൾ സി. അപ്പൊ എയും ബിയും സിയും മനസ്സിലാക്കാം. മൂന്നളവും തരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പൊ എയും ബിയും സിയും ഏതാ? ആ തരുന്ന 3 എണ്ണം. അപ്പൊ മാഷെ എസ് എന്താ? എസ് എന്ന് പറഞ്ഞാല് ആ എയും ബിയും സിയും കൂട്ടുക, അതിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി എന്ന് പറയും. ഹാഫ് ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ. അപ്പൊ എസും കിട്ടും. എന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യാം. നിങ്ങൾ അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ പിന്നെ പ്രോബ്ലത്തിൽ വരുമ്പോ നമുക്ക് അപ്പൊ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് ട്രയാങ്കിളിന്റെ 3 ഏരിയ. അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ. തുടങ്ങാണ്. പരപ്പളവാണ് നമ്മൾ പഠിക്കുന്നത്, ഏരിയ ആണ്. ഫസ്റ്റ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് കേട്ടോ. അപ്പൊ ഇത് ബി, ഇത് എച്ച്. അപ്പൊ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഒരു ട്രയാങ്കിൾ വരക്കുക വെറുതെ. എന്നിട്ട് ഇവിടെ ബിയും എച്ചും കൊടുക്കുക. അപ്പൊ അതിന്റെ ഏരിയ എന്തേക്കാരം? അതായത് ബിയും എച്ചും തന്നാൽ ഏരിയ ഹാഫ് ബി എച്ച്. വരക്കുക, എഴുതുക. പെട്ടെന്ന് എഴുതിക്കോളൂ. ഇവിടെ വരച്ചിട്ട് ഇപ്പുറത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ വരക്കുക, അപ്പുറത്ത് എഴുതിയാലും മതി. പെട്ടെന്ന് വേണം. ഇതാണ് ഒന്നാമത്. ഈ ചിത്രവും അതിന്റെ പരപ്പളവും എഴുതാം. ഇനി വേറെ തരത്തിലാണ്. ഇനി ഇങ്ങനെ വരുമ്പോ ഇതാ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചിത്രം, ഇതും ട്രയാങ്കിൾ തന്നെയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കേട്ടോ. സമഭുജ ത്രികോണം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡും ഒരുപോലെയാക്കുക. എയും 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 ഒക്കെ ഒരേ അളവാണെങ്കിൽ. അപ്പൊ പരപ്പളവ് ഏരിയ √3/4 പിന്നെ എ സ്ക്വയർ. ഇത് ഇങ്ങനെ എഴുതി വെക്കാം. ഈ ചിത്രം വരക്കുക. അതിന്റെ അപ്പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മതി. ഒന്നാമത് കഴിഞ്ഞു. രണ്ടാമത്തത് ഇങ്ങനെ √3/4 എ സ്ക്വയർ. വേഗം എഴുതണം കേട്ടോ. അല്ല ഇതിനെത്ര? കഴിഞ്ഞോ മക്കളെ? പറയും. കഴിഞ്ഞു സർ. ഇപ്പൊ ട്രയാങ്കിള് ത്രികോണം 2 പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ ത്രികോണത്തിന്റെ? അടുത്തതാ മൂന്നാമത്തത്. മൂന്നാമത്തെ ഇങ്ങനെ നോക്കുക.
ഒരു എ കൊടുക്കുക, ഒന്ന് ബി, ഒന്ന് സിയും കൊടുക്കുക. എന്താ പ്രത്യേകത? മൂന്ന് അളവാണ്, വേറെ വേറെ അളവാണ്. ഒരേ അളവാണെങ്കിൽ നമുക്ക് ഇക്വിലേറ്ററിൽ വെച്ച് ചെയ്യാം. ഈ ഒരു ത്രികോണം വരക്കുക, എന്നിട്ട് പരപ്പളവ് പറഞ്ഞത് എഴുതാം. ഇത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കേട്ടാ. ഈ ഫിഗർ വരക്കാം. എസ് മൈനസ് എ കഴിഞ്ഞിട്ട് അപ്പുറത്ത് എന്തോ ബ്രാക്കറ്റിൽ എസ് മൈനസ് ബി, എസ് മൈനസ് സി, എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. എഴുതിയോ? എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതിയാണ്. ഹാഫ് ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ. എയും ബിയും സി ഇത് മൂന്നും കൂട്ടുമ്പോഴല്ലേ ചുറ്റളവാകുക. ചുറ്റുമുള്ള അളവല്ലേ മക്കളെ ചുറ്റളവ്. എ പ്ലസ് ബി പ്ലസ് സി ഇത് മൂന്നും കൂട്ടിയാൽ അതിന്റെ പകുതി. അപ്പൊ ഇതുകൂടെ എഴുതി വെച്ച എസ് കേട്ടോ. എസിനെ പരിചയപ്പെടാണ്. വേറെ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അതും കൂടെ എഴുതാം. കഴിഞ്ഞ മക്കളെ? കഴിഞ്ഞു. മൂന്നെണ്ണം പറഞ്ഞില്ലേ? അടുത്തതാണ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരം. എഴുതിക്കോ, വരച്ചോ. ഒരു ചതുരം എഴുതാന്നിട്ട് വരക്കാം. എന്താ പരപ്പളവാണ് ഇക്വേഷൻ ചതുരത്തിന്റെ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇങ്ങനെ എഴുതാ. റെക്ടാങ്കിൾ വരക്കുക, ചതുരം വരക്കുക, എന്നിട്ട് പരപ്പളവ് നീളം ഇൻറ്റു വീതി എഴുതാം. മലയാളികൾ ഇങ്ങനെ എഴുതാം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇങ്ങനെ എഴുതാ. ചതുരമാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കഴിഞ്ഞോ? അടുത്തേതാ? റെക്ടാങ്കിൾ കഴിഞ്ഞാൽ സാമാചതുരം. അടുത്ത സാമാചതുരം ഹെഡിങ് കൊടുക്കുക, വരക്കുക. സ്ക്വയർ, ഹെഡിങ് സ്ക്വയർ അല്ലെങ്കിൽ സാമാചതുരം. സ്ക്വയർ അല്ലെങ്കിൽ സാമാചതുരം വരക്ക ചിത്രം. ഇതൊക്കെ ഒരേ വലിപ്പം കേട്ടോ, ഏകദേശം ഒരേ വലിപ്പാക്കി വരക്കണേ. ചതുരാകുമ്പോ അങ്ങോട്ട് നീളം കൂടും. നീളവും വീതിയും ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും സ്ക്വയറിന്. ഇതിന്റെ ഏരിയ ശരിക്കും ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് തന്നെയാണ്, പക്ഷെ നീളവും വീതിയും ഒക്കെ ഒന്നേയാണ്. അപ്പൊ സൈഡൊക്കെ തുല്യമായതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ്. ഹലോ, ഇതിന്റെ സൈഡൊക്കെ തുല്യാണ്. ഇതൊക്കെ 4 ആണ് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്താ വരിക? 4 × 4. വീതി 4 × 4 അല്ലേ? എല്ലാ സൈഡും 11 ആണെങ്കിലോ? അപ്പൊ നീളമിന്റെ വീതി ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അത് 11 × 11.
ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഒരു സംഖ്യ 2 പ്രാവശ്യം വരും ലെങ്ത്തിന്റെ ഇവിടെ എടുത്ത്. പരപ്പളവുള്ള ഇക്വേഷൻ ശരിക്ക് വശം ഇൻറ്റു വശം എന്നാണ്. സൈഡ് ഇൻറ്റു സൈഡ് ഒരേ നമ്പർ ആവില്ല. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ചെയ്തു അല്ലെങ്കിൽ വശം സ്ക്വയർ എ സ്ക്വയർ എന്നൊക്കെ പറയും. ഇങ്ങനെ ഇരിക്കും. ഏരിയ പരപ്പളവ് വശം ഇൻറ്റു വശം സൈഡ് ഇൻറ്റു സൈഡ്. ഇത് വെറുതെ ഇത്ര ഇത് വരുന്നതിന് 5-6 മണിക്കൂർ സമയം. ഈ ഒരു ആരാ സംസാരിക്കണേ? ഇവിടെ നോക്കുക. ഇത് ചതുരം റെക്ടാങ്കിൾ, ഇത് സ്ക്വയർ സമചതുരം. ഇതിന്റെ നീളം വീതി, നീളവും വീതിയും ഡിഫറെന്റ് ആയിരിക്കും. നീളം വലുത്, വീതി ചെറുതാണ് വരും. നീളവും വീതി തന്നാൽ അതിന്റെ പരപ്പളവ് കാണെങ്കിൽ ഏരിയ കാണെങ്കിൽ ഇത് ഗുണിച്ചാൽ മതി. നീളം ഇൻറ്റു വീതി 8x3. റെക്ടാങ്കിളിന് നീളവും വീതിയും ഗുണിക്കുക, അതാണ് പരപ്പളവ് ഏരിയ ചതുരത്തിന്റെ. സമചതുരം ഇതൊക്കെ തുല്യ ഒരേ അളവാ. എല്ലാം ഒരേ അളവാകുമ്പോ നീളം ഇൻറ്റു വീതി അതിൽ തന്നെയാണ്, വശം ഇൻറ്റു വശം. അപ്പൊ 5x5 വരിക, സൈഡ് ഇൻറ്റു സൈഡ്. 5x5 25, അല്ലെങ്കിൽ 5ന്റെ സ്ക്വയർ എന്ന് പറയും. ഇതാണ് സ്ക്വയറിന്റെ ഏരിയ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പാരലോഗ്രാം. പാരലോഗ്രാം സാമാന്തരികം. നോക്കാം. സൗണ്ട് കേൾക്കണില്ല. എന്നെ ഉണ്ടോ? നോക്കിയിരുന്നോ? ഇത് രണ്ടും സമാന്തരം പാരലൽ. ഇത് രണ്ടും സമാന്തരം പാരലൽ. അതിനെയാണ് സാമാന്തരികം എന്ന് പറയുന്നത്. ഈ സൈഡ് ബി ആണെങ്കിൽ ഈ ഹൈറ്റ് ഉണ്ടല്ലോ അത് എച്ച് ആണെങ്കിൽ എന്തേക്കാരം പരപ്പളവ് ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. പാരലോഗ്രാമിന്റെ ഏരിയ സാമാന്തരികത്തിന്റെ പരപ്പളവ് ബി ഇൻറ്റു എച്ച്. ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ ഹാഫ് ബി എച്ച് അല്ലേ? അര ബി എച്ച് അല്ലേ ത്രികോണത്തിൻ്റെത്? ഇത് 1 ബി എച്ച് ആണ്. അതായത് ഇതിനെങ്ങനെ മുറിച്ചാൽ 2 ത്രികോണാവും. ഈ സാമാന്തരികം പാരലോഗ്രാമില് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 2 ട്രയാങ്കിൾ. ബി ബേസ് ആണ്, എച്ച് ആണ് ഹൈറ്റ്. ത്രികോണത്തിൻ്റെത് ഹാഫ് ബി എച്ച് അല്ലേ? ഇത് 2 ത്രികോണാണേ. ഇത് ഇങ്ങനെ ഇങ്ങനെ വരാൻ ആലോചിച്ച് നോക്കാം. ഒരൊറ്റ വരാം. ഈ മൂലൊക്കെ ആ മൂലയിലേക്ക് വെർട്ടെക്സ് വെർട്ടെക്സ്. അപ്പൊ അത് 2 ത്രികോണവും. ഒന്ന് ഹാഫ് ബി എച്ചും മറ്റോ ഹാഫ് ബി എച്ച് നമ്മൾ കൂട്ടിയാൽ ഹാഫും ഹാഫും കൂട്ടി ഒന്നല്ലേ 1 ബി എച്ച്. ഇതാ 1 ബി എച്ച്. അപ്പൊ പാരലോഗ്രാമിന്റെ സാമാന്തരികത്തിന്റെ പരപ്പളവ് ബി ഇൻറ്റു എച്ച് ആണ്. ത്രികോണം ഹാഫ് ബി എച്ച്, പാരലോഗ്രാമിന്റെ ബി എച്ച്. വരയ്ക്കുക, എഴുതുക. എഴുതിക്കോളൂ.
ഓക്കെ. മ്യൂട്ടോള് കൊടുത്തോളൂ അല്ലെ മക്കളൊന്ന് മ്യൂട്ട് ആക്കിക്ക. സൗണ്ട് ചെയ്യും, ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ടാവും. ആവശ്യം വരുമ്പോ വോയിസിൽ വന്നാൽ മതി. ഡിയും എച്ചും. ഇനി ഈ കാണുന്ന 4 സൈഡും ഒരേ അളവാകുമ്പോൾ പാരലോഗ്രാം എന്തായി മാറും? റോംബസ് ആയി മാറും. ഇത് സാമാന്തരികമാണ്. ഇത് രണ്ടും ഒരേ അളവ് വലുതാണ്, ഇത് രണ്ടും ഒരേ അളവ് ചെറുതാണ്. ചിലപ്പോ ഇത് രണ്ടും 10 സെന്റിമീറ്റർ, ഇത് രണ്ടും 7 സെന്റിമീറ്റർ ആവും. അല്ലെങ്കിൽ ഇത് രണ്ടും 6, ഇത് രണ്ടും ചിലപ്പോ 3 ഉണ്ടാവുള്ളൂ. ഇതെല്ലാ സൈഡും തുല്യമാകുമ്പോ ഇതേ ഒരു ചെരിവില് ഇതേ സ്ലോപ്പില് എല്ലാ സൈഡും ഈക്വൽ ആവുമ്പോ അത് റോംബസ് ആയിട്ട് മാറും. അതാ ഇങ്ങനെ. അങ്ങോട്ട് എത്ര ഉണ്ടോ അത്രയും ഇങ്ങോട്ട്. കേട്ടോ, എല്ലാ സൈഡും ഈക്വൽ ആയി വരാം. പാരലോഗ്രാം തന്നെയാണ്. എല്ലാ സൈഡും ഈക്വൽ ആകുമ്പോ അതിന്റെ പേര് റോംബസ് എന്നായി മാറും. സമഭുജ സാമാന്തരികം. ഓക്കെ, വരച്ചോ വരച്ചോ. റോംബസ് നേടി കൊടുക്കുക, സമഭുജ സാമാന്തരികം. റോംബസ് വരച്ചില്ലേ, സമഭുജ സാമാന്തരികം. ഇതും ബി ഇൻറ്റു എച്ചിൽ ചെയ്താൽ കിട്ടും. അതിന് ഈ അളവല്ല തരാം, ഇത് ചിലപ്പോ ഇങ്ങനെ തരാം. ഈ ഡയഗണൽ ഇതിനെ വികരണം എന്നാ പറയാ, വികരണം ഡയഗണൽ. ഇതും അതുപോലെ ഒരു വികരണമാണ് ഈ പോണത്. ഇത് ചെറുതാണ്, ഇത് കുറച്ച് വലിപ്പം കൂടും അല്ലെ. റോംബസിന്റെ പാരലോഗ്രാമിന്റെ ഡയഗണൽ ഈക്വൽ അല്ല. അത് ഈക്വൽ ആയി മാറുമ്പോ അത് പിന്നെ റെക്ടാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയർ ആയി മാറും. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഇതിങ്ങനെ നേരെ നിന്നാൽ അതൊരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ തോന്നും. പാരലോഗ്രാം ചെരിഞ്ഞിട്ടാണ്. ആ ചെരിഞ്ഞ പാരലോഗ്രാം നേരെ ഇങ്ങനെ നിന്നാൽ ഈ ചെരിഞ്ഞ വര നേരെ നിൽക്കുമ്പോ ഈ ചെരിഞ്ഞ വര നേരെ നിൽക്കും. അപ്പൊ അത് റെക്ടാങ്കിൾ ആവും. റെക്ടാങ്കിളിനെ, ചതുരത്തിനെ ചെരിച്ചു വെച്ചതാണ് പാരലോഗ്രാം സാമാന്തരികം. അല്ലെങ്കിൽ ഇതിനെ നീർത്തി വെച്ചതാണ് റെക്ടാങ്കിൾ. റോംബസ് ചെരിഞ്ഞിട്ടാണ്. റോംബസ് ഒന്ന് നീർത്തി വെച്ചാൽ സ്ക്വയർ ആകും, സമചതുരമാവും. ഇത് നീർത്തി വെച്ചാൽ സമചതുരമാവും. അറിഞ്ഞു വെച്ചാൽ ഇതൊരു ഡയഗണൽ, ഒരു വികരണം. ഇത് വേറെ ഡയഗണൽ. ഇതിന് ഇത് വലുതാണ്, കണ്ടാലറിയാം വലുതും ഇത് ചെറുതും. കട്ടാലയോ? ഈ അളവും തരും. ഇത് വലുതാണ്, ഇത് ചെറുതാണ്. റോംബസിന്റെ സമഭുജ സാമാന്തരികത്തിന്റെ ഡയഗണൽസിലെ ഈ കാണുന്ന വികരണങ്ങളിൽ അത് രണ്ടും തുല്യമല്ല, വേറെ വേറെയാണ്, ഒരേ വലിപ്പല്ല. ഇതും അതുപോലെ തന്നെ, അത് വലുത് ചെറുതാണ്. എന്നാൽ ചതുരത്തിന്റെ 2 ഡയഗണലും ഒരേ വലിപ്പ. ചതുരം റെക്ടാങ്കിളിന്റെ, സ്ക്വയറിനും ഒരേ വലിപ്പ. ഇതിന്റെ വികരണവും ഇതിന്റെ വികരണവും ചെറുതും വലുതും. അപ്പൊ ഈ 2 വികരണം തരും. ഇത് 10 തരും, ഇതൊരു 7 തരും. അല്ലെങ്കിൽ ഇതൊരു 15, ഇതൊരു 24 ഒക്കെ തരും. 2 ഡയഗണലും തന്നാല് റോംബസ് ആണ്, സമഭുജ സാമാന്തരികമാണ്. 2 ഡയഗണലും തന്നാൽ അതിന്റെ പരപ്പളവ്, ഏരിയ, ഇതിൽ ഒരാളെ പേര് D1 എന്നാണ്, മറ്റാളെ പേര് D2 എന്നാണ്. ഇതിൽ ഒന്ന് D1 ഉം മറ്റേ D2 ആണ്. അങ്ങനെ പരപ്പളവ് ആ D1 ഉം D2 ഉം കുടിക്കുക, അതിന്റെ ഹാഫ്. ഇതാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. പരപ്പളവ് ഇക്വേഷൻ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. റോംബസിന്റെ സൈഡൊക്കെ തുല്യാണ്.
ഈ രണ്ട് ഡയഗണൽ തരും, രണ്ടും ഡിഫറെന്റ് നമ്പർ ആവും. ആ രണ്ടെണ്ണം ഗുണിച്ചതിന്റെ പകുതി ആയിരിക്കും ഏരിയ. ഏരിയ ഓഫ് എ റോംബസ് ഈസ് ദ ഹാഫ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. വികരണങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി ആയിരിക്കും പരപ്പളവ്. എഴുതി വെച്ചോളൂ. ചിത്രം ഇതാ ഫുൾ ആക്കിക്കോ. ഈ വരെയാണ് D2 എങ്കിൽ ഇത് D1. ഒന്ന് D1 ഒന്ന് D2. അവിടെ ശരിക്കും 90 ഡിഗ്രി ആണ് വരച്ചെയ്ത. കഴിഞ്ഞില്ലേ? അപ്പൊ ത്രികോണം മറന്നു 3 ചതുരം, സമചതുരം, സാമാന്ത്രികം, സമഭുജം, സാമാന്ത്രികം. ഇനി ലംബകം, സർക്കിളൊക്കെ ഉണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യും. അടുത്ത ലംബകം, ട്രപ്പീസിയം. ഇത് രണ്ടും പാരലാണ്. ഇത് പാരലും ഒന്നല്ല. ഇതും പാരൽ ആവുകയാണെങ്കിൽ, ഇതും സമാന്തരമാണെങ്കിൽ പിന്നെ പാരലോഗ്രാമാ സാമാന്തരിക. ഇത് ഒരു ജോഡി, ഒരു പെയറാണ്, ഓപ്പോസിറ്റ് സൈഡ്. അത് മാത്രം പാരലാവുക. ഇതാണ് ലംബകം. ലംബകത്തില് ട്രപ്പീസിയത്തിൽ ഈ സൈഡ് പാരലൽ സൈഡ് ഇല്ലേ, അതിൽ ഒരാള് എയും ഒരാള് ബിയും ആണ്. ഇതിനെ എ എടുത്തു, അത് ബി എടുത്തു, അല്ലെങ്കിൽ അത് എ ഇത് ബി. പാരലൽ സൈഡ് തരും, അവർ തമ്മിൽ എയും ബി ആയിട്ട് എടുക്കുക. പിന്നെ അവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ എച്ച് എന്ന് പറയും. ഒരു പാരലോഗ്രാമിന്റെ, ഒരു ലംബകത്തിന്റെ, ട്രപ്പീസിയത്തിന്റെ ബേസ് രണ്ട് സൈഡ്, അതിൽ ഒന്ന് എയും ഒന്ന് ബിയും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ഡിഫറൻസ്, ഈ ഒരു ഗ്യാപ്പ് എച്ചും ആണെങ്കിൽ ഏരിയ ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അര ഇൻറ്റു ഇത് തമ്മിൽ കൂട്ട ഇൻറ്റു ഇത്. ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഈസ് the half of the product of the sum of the parallel sides and its difference. ഈ ഡിഫറൻസും ഈ സമ്മും തമ്മിൽ ഗുണിച്ചതിന്റെ ഹാഫ്. ഇതാണ് പരപ്പളവ് ഏരിയ. ചിത്രം വരക്കുക, ലംബകം അല്ലെങ്കിൽ ട്രപ്പീസ് എന്ന പേര് കൊടുക്കുക, ഇത്രയും ചെയ്യാം. ഏരിയ എഴുതിക്കോ.
കഴിഞ്ഞ മക്കളെ? Yes, sir. Yes, sir. നെക്സ്റ്റ് വൺ സർക്കിൾ ആണ്, വൃത്തം. സർക്കിൾ അല്ലെങ്കിൽ വൃത്തം. ഈ ദൂരത്തിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുക, ആരം. വൃത്തത്തിന്റെ ആരം സ്മോൾ ലെറ്റർ ആർ എന്ന് പറയാം. ഓക്കെ, ഒരു സർക്കിള് എന്തായാലും ഒരു സർക്കിൾ വരയ്ക്കുന്ന റേഡിയസ് ഉണ്ടാവും അല്ലെ? ഒരു പ്രത്യേക അളവ് കോമ്പസ് എടുത്തിട്ടല്ലേ വൃത്തം വരക്കുക. ആ ഗ്യാപ്പിന് അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതിനെ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് പൈ ആർ സ്ക്വയർ എന്നാണ്. ഏരിയ ഉള്ള ഇക്വേഷൻ ഓർത്തിച്ചോളൂ, പൈ ആർ സ്ക്വയർ. ഏതാ? ചിത്രം വരക്കാം, ആർന്ന് കൊടുക്കാം, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ അതിന്റെ പെരിമീറ്റർ കൂടെ എഴുതാം. നമ്മൾ സാധാരണ നമ്മള് പരപ്പളവ് ഏരിയ മാത്രമാണ് എഴുതുന്നത്. പെരിമീറ്റർ കൂടെ എഴുതാം. നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് 2πr. ഇതുകൂടെ എഴുതി. ഏരിയ പൈ ആർ സ്ക്വയർ, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 2πr. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. പൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള വില 22/7. പൈ എന്ന് പറഞ്ഞ റോമൻ ലെറ്റർ ആണ്. അതിന്റെ വാല്യൂ ശരിക്കും 22/7 ആണ്. ഇൻ ഫ്രാക്ഷൻ, ഇൻ ഡെസിമൽ ഓൾമോസ്റ്റ് 3.14 അപ്രോക്സിമേറ്റ്ലി. പൈയുടെ വാല്യൂ 22/7 ആണ് കറക്റ്റ്. ഈക്വൽ ടു കണ്ടാ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3.14. അതാണ് ഈക്വൽ ടു അല്ലാതെ ആ ചിഹ്നം അപ്രോക്സിമേറ്റ്ലി കൊടുക്കും. ഇതൊന്ന് എഴുതി വെക്കുക. ഇതാണ് കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യാറ്. ഇതും അതിന്റെ വാല്യൂ ആണ്. ഇതാണ് ശരിക്കും വാല്യൂ 22/7. ഓക്കെ, കഴിയാ? Yes, sir. Yes, sir. Yes, sir. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ എല്ലാവരും. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. മലയാളം പഠിക്കാർക്ക് പറഞ്ഞുതരാം കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ
of a circle with a Perimeter. radius of a circle. ഏതല്ലേ? Find the area and perimeter of a circle with the radius 4 centimeter. Radius 4 centimeter. Okay, question mark. മലയാളക്കാരെ എഴുതിക്കോളൂ. ആരം 4 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ ആരം 4 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണുക. ചുറ്റളവും പരപ്പളവും കാണുക. നോക്ക, സർക്കിളിന്റെ റേഡിയസ് നിൽക്കണേ 4. അതായത് കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തുകൊണ്ടാണ് വൃത്തം വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് 4 ആണ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R അല്ലേ റേഡിയസ്. R ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ R ഈക്വൽ ടു 4 ആണ് തന്നിട്ട്. ഇനി പരപ്പളവും കാണണം, ചുറ്റളവും കാണണം, ഏരിയയും പെരിമീറ്ററും. നോക്കാം, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്താ ഇക്വേഷൻ? ഏരിയ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. റേഡിയസ് 4 അല്ലേ? അപ്പൊ പൈ ഇൻറ്റു 4 സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 ആ. ഒരു പൈയും 16ഉം അത് പറഞ്ഞാൽ 16 പൈ. ഇതിന്റെ ഏരിയ 16 പൈ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ പൈന്റെ വില കൊടുക്കണം, അത് വേണ്ട. ഇതാണ് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഇനി ചുറ്റളവ് കാണണം. ചുറ്റളവ് പറഞ്ഞാൽ പെരിമീറ്റർ അല്ലെ? ഇക്വേഷൻ എന്താ? ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 2πr ആണ്. 2π അതുപോലെ എഴുതാം. 2π അതുപോലെ എഴുതാം ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേഡിയസ്. R എത്ര? സ്മോൾ r എത്ര? 4 അല്ലേ? അപ്പൊ 2π ഇൻറ്റു 4. 2π ഇൻറ്റു 4 2 4 8. 8π. അത് സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് പെരിമീറ്റർ എപ്പോഴും സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലാണ് പറയുന്നത്. ഏരിയ ആകുമ്പോഴാണ് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പൊ ഇതാണ് ഏരിയ, ഇതാണ് പെരിമീറ്റർ. ചുറ്റളവും പരപ്പളവും എഴുതിക്കോ. നിരുമാണ്. ഓക്കെ, കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഒരു ചതുരത്തിന്റെ
നീളം 13 സെന്റിമീറ്ററും വീതി 5 സെന്റിമീറ്ററുമാണ്. നീളം 13, വീതി 5. ചുറ്റളവും പരപ്പളവും കാണും. ചുറ്റളവും പരപ്പളവും കാണുക. The length and breadth of a rectangle. Very good. English medium. The length and breadth of a rectangle are 13 centimeter and 5 centimeter respectively. 13 inch. Length and breadth of a rectangle are 13 centimeter and 5 centimeter respectively. Calculate the area and perimeter. Calculate its area and perimeter. Calculate its area and perimeter. ഒരു ചതുരം നീളം 13 ആണ്. വോയിസ് ക്ലിയർ അല്ല. നീളം നീളം 13, വീതി 5. ഇതാണ് ചതുരം, റെക്ടാങ്കിൾ. ഇതിന്റെ ഏരിയയും കാണാം, പെരിമീറ്ററും കാണാം. ഏരിയയുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നീളം ഇൻറ്റു വീതി അല്ലേ? അപ്പൊ പരപ്പളവ് ഏരിയ നീളം ഇൻറ്റു വീതി അല്ലേ? അപ്പൊ എത്ര? 13 അല്ലേ നീളം, വീതി 5. 13 ഇൻറ്റു 5, നീളവും വീതിയും ഗുണിക്കാം. 13 5 ഗുണിച്ചാൽ 65 സെന്റിമീറ്റർ സ്ക്വയർ. എഴുതിക്കൊള്ളു. ഇതാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. നീളം ഇൻറ്റു വീതി. മലയാളക്കാരൻ എഴുതട്ടോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കഴിഞ്ഞോ? Yes, sir. Yes, sir. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്ത് 65 കിട്ടും. ഇനി പെരിമീറ്റർ കാണണം, ചുറ്റളവ്. അതിന്റെ ഇക്വേഷൻ സമവാക്യം നമ്മൾ എഴുതില്ല. ചുറ്റളവ് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാ. 13 + 5 + 13 + 5. 2 into length plus breadth. Yes, very good. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് 2 ലെങ്ത് 2 ബ്രെഡ്ത്തും കൂട്ടുക. അതാണ് മൊത്തം കൂട്ടുക. അതായത് 2 into L plus B. 2 into നീളം പ്ലസ് വീതി. അതാണ് പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ. ഇതാ നോക്കുക. 2LB. പെരിമീറ്റർ ഈക്വൽ ടു 2 into LB അല്ല, L plus B. 2 into L plus B. 2 into നീളം പ്ലസ് വീതി. അപ്പൊ എങ്ങനെയാ? 2 into നീളം വീതിയും കൂട്ടുക. 13 + 5. 2 into 13 5 കൂട്ടിയാ 18. 2 into നീളവും വീതിയും കൂട്ടുക. അപ്പൊ 2 into നീളവും വീതിയാണ് 13 5 18. 18 into 2 36. പെരിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ തന്നെ പറയാം. സ്ക്വയർ എടുക്കുക കേട്ടോ. എഴുതിക്കോളൂ. 36.
എത്ര കിട്ടിയോ? Yes, sir. 36. ഓക്കെ 36. Yes, sir. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നീ ഏതാ ചെയ്യണ്ടേ? ഏതിന്റെ ചെയ്യണ്ടേ? എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികർണങ്ങൾ വികർണങ്ങൾ 10 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. 10 cm, 7 cm എന്നിങ്ങനെയാണ്. പരപ്പളവ് കാണുക. ഇംഗ്ലീഷ് മീഡിയം ഇതാ. The length of the diagonals of a rhombus. The lengths of the diagonals of a rhombus. Length of the diagonals of a rhombus are 10 centimeter and 7 centimeter. 10 and 7. Calculate its area. പരപ്പളവ് കാണുക. Calculate its area. റോംബസ് ഇതൊരു വികരണം, ഇത് വേറെ വികരണം. ഇതിൽ ഇതാണ് 10, ഇത് ചെറുത് 7ആണ്. അപ്പൊ ഇത് 7 ഇത് 10 എന്ന് പറഞ്ഞാൽ 1 10 ആണ്. D1 10 ആണെങ്കിൽ D2 7. D1 D2 അല്ലേ ഡയഗണൽസ് അല്ലേ? അപ്പൊ D1 ഈക്വൽ ടു 10, D2 ഈക്വൽ ടു 7. ഏതെങ്കിലും ഒന്ന് 10 ഒന്ന് 7 എടുക്കും. D1 ഈക്വൽ ടു 10, D2 ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ ഏരിയ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2, ഹാഫ് ഇൻറ്റു D1 D2 ഗുണിക്കാം 10 ഇൻറ്റു 7, ഹാഫ് ഇൻറ്റു 70. 70ന്റെ ഹാഫ് എത്രയില്ല? 70ന്റെ ഹാഫ് 35. വെരി ഗുഡ്. 35 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്ന് D1 മറ്റേ D2 എടുക്കാം. 10 7, ഒരാൾ 10 ഒരാൾ 7. പിന്നെ അര ഇൻറ്റു 10 7 ഗുണിക്കാം. അര ഇൻറ്റു 70, 10 7 കുറിച്ച് 70. 70ന്റെ അര പറഞ്ഞാൽ 70/2, 35. ഓക്കെ, വെരി ഗുഡ്.
എഴുതിയോ? Yes, sir. ഓക്കെ വൈൻഡപ്പ് ചെയ്യില്ലേ സജിൽ സർ? സജിൽ മാഷെ എന്ത് ചെയ്യണേ? കണ്ടിന്യൂ ചെയ്യണോ? എത്രയായി?